എന്ത് പറഞ്ഞാൽ ഞങ്ങളെ സമാധാനിപ്പിക്കുക? ആർക്കും സമാധാനിപ്പിക്കാൻ പറ്റില്ല. അച്ഛനും അമ്മയായാലും മരിക്കുന്ന നമുക്കറിയാം ഇല്ലേ? അവരിപ്പോ നമ്മൾ ചില സിറ്റുവേഷനിൽ മക്കള് നേരത്തെ മരിക്കും. എന്നാലും നമ്മൾ എന്താ വിചാരിക്കുക, നമ്മൾ അച്ഛനും അമ്മയൊക്കെ നോക്കി വയസ്സായി അവര് ഹോസ്പിറ്റലോ വീട്ടിലൊക്കെ ആയിട്ട് നമ്മൾ അവരെ കെയർ ഒക്കെ കൊടുത്ത് അവര് മരിക്കും. അങ്ങനെയാണല്ലോ. നമ്മളൊരു ഏജ് ഒക്കെ ആവുമ്പോ അവരും ഏജ് ആവാൻ തുടങ്ങും, അസുഖങ്ങൾ വരാൻ തുടങ്ങും. അപ്പൊ നമ്മള് ആ ഒരു ട്രൂത്ത് ആക്സെപ്റ്റ് ചെയ്യും. സി വാട്ട് ഈസ് എ ട്രൂത്ത്? നമ്മൾ ജനിച്ച ആകെ ഉള്ളൊരു ട്രൂത്ത് ഡെത്ത് ആണ്. അതിന്റെ ഇടയിൽ ഒരു ജേർണി അല്ലേ ലൈഫ്. അപ്പൊ ഇത് എന്റെ കോട്ടൊന്നുമല്ല, ഞാൻ എവിടെയോ വായിച്ചു പറയണതാണ് കേട്ടോ. ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ എന്റെ മനസ്സിലുള്ളത് ഞാനിങ്ങനെ പറയണമെന്നേ ഉള്ളൂ. അപ്പോ അതെങ്ങനെ വേണമെങ്കിലും വരാം. പക്ഷെ അച്ഛന്റെ വാല്യൂസും പ്രിൻസിപ്പിളും അച്ഛൻ മരിച്ചപ്പോഴാണ് ലോകം മുഴുവൻ അറിയണത്. അച്ഛൻ ഹീറോ ആയത് അച്ഛൻ മരിച്ചപ്പോഴാണ്. അച്ഛൻ ചെയ്ത കാര്യങ്ങളും അച്ഛന്റെ നന്മയും അച്ഛന്റെ പ്രിൻസിപ്പിൾസും അച്ഛൻ എന്തായിരുന്നു എന്നൊക്കെ ലോകം ഇപ്പോഴാണ് അറിയണത്. പക്ഷെ ഞാൻ ചിന്തിക്കും, എന്തിനു ഞാനത് കണ്ടു, ഞാൻ എന്തിനാന്ന് ചോദിക്കും. അപ്പൊ അപ്പോഴും ഞാൻ അച്ഛൻ പറഞ്ഞത് ആലോചിക്കും. അച്ഛൻ പറയും എപ്പോഴും, താങ്ങാൻ പറ്റണവർക്കാണ് ദൈവം ഓരോ ക്രൈസിസും സാഹചര്യങ്ങളും അല്ലെങ്കിൽ സങ്കടങ്ങളും കൊടുക്കുക. അപ്പൊ എനിക്കായിരിക്കും അത് താങ്ങാൻ പറ്റുണ്ടാവുക.